ശ്രീ വർഗീസ് ചക്കാലക്കൽ ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ കൂടി ഒരുപക്ഷെ സഭാ തലവന്റെ ആഗോള കത്തോലിക്ക സഭയുടെ തലവന്റെ പത്രോസിന്റെ സിംഹാസനത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കാലിൽ വീണ് സമാധാനത്തിന് വേണ്ടി ബെഗ് ചെയ്യുക എന്ന് പറയുന്ന അനുഭവം ഒരുപക്ഷെ സഭാ വിശ്വാസികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ പോപ്പ് അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. സൗത്ത് സുഡാനിലെ നേതാക്കളോട് നിങ്ങൾ ദയവേത് ആയുധം താഴെ വയ്ക്കൂ, സമാധാനം കൊണ്ടുവരൂ എന്ന് ഞാൻ യാചിക്കുകയാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് അദ്ദേഹം ഹ്യൂമാനിറ്റിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോപ്പ് മനുഷ്യത്വത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ലോകം പിന്നീടുള്ള കാലത്ത് എങ്ങനെ അടയാളപ്പെടുത്തും? തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെല്ലാം നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിനെതിരെ എപ്പോഴും സ്വരമുയർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം ഒരു അബ്സൈഡിറ്റി, ഒരു അസംബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യുദ്ധം ഒരു ഭ്രാന്താണെന്ന് പോലും അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കാണിച്ച ആ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തു പഠിപ്പിച്ച സംസ്കാരമാണ്. സ്വയം ശൂന്യവൽക്കരിക്കുന്ന, ചെറുതാകുന്ന, എളിമപ്പെടുന്ന, വിട്ടുകൊടുക്കുന്ന ക്രിസ്തു പഠിപ്പിച്ച സംസ്കാരം ഒരു മാർപ്പാപ്പ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു. അത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. മറിച്ച് മാർപ്പാപ്പ അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അത് സഭ അംഗീകരിച്ച് പ്രാവർത്തികമാക്കണമെന്ന് കരുതുകയും ചെയ്തു. ഇന്ന് പലരും ആ ഒരു മാർഗം സഭയുടെ മാർഗമായിരിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഭാവിയിലേക്ക് അത് ഒരു എല്ലാവർക്കും പിന്തുടരുവാവുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ മാർപ്പാപ്പ പഠിപ്പിച്ച ഈ തത്വം, കുനിയുവാനുള്ള, വിട്ടുകൊടുക്കുവാനുള്ള, എളിമപ്പെടാനുള്ള ഒരു മനോഭാവം നമ്മുടെ ലോകത്ത് എല്ലാ നേതാക്കന്മാർക്കും ഭരണം നടത്തുന്നവർക്കും എല്ലാവർക്കും ഉണ്ടായാൽ ലോക സമാധാനം സാധ്യമാകുമെന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.